ഒരു വ്യക്തിക്ക് അദ്ദേഹം സേവ് ചെയ്യുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടനവധി ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ നിക്ഷേപം നടത്താം. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമുകളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഷെയർ മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പല സമയങ്ങളിലും നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതും എളുപ്പത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഷെയറുകൾ വിൽക്കുവാനും വാങ്ങുവാനും നമുക്ക് സെക്കൻഡറി മാർക്കറ്റിലൂടെ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ വിൽക്കാനും വാങ്ങാനും നമ്മളെ സഹായിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. സെക്കൻഡറി മാർക്കറ്റിലൂടെ നമ്മൾ ഷെയർ വാങ്ങുന്നതിനുപരിയായിട്ട് നമ്മുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രൈമറി മാർക്കറ്റിൽ, അതായത് കമ്പനികളുടെയും മറ്റും IPOs, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് മുഖാന്തരം ഒട്ടനവധി കമ്പനികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ 2024 തന്നെ കേസ് എടുത്ത് നോക്കിയാൽ ഏകദേശം 205ഓളം കമ്പനികൾ അവരുടെ ഷെയറുകൾ ആദ്യമായിട്ട്, അതായത് IPO മുഖാന്തരം ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ ഏകദേശം 1.6 ലക്ഷം കോടി രൂപയാണ് ഈ കമ്പനികൾ IPO മുഖാന്തരം കളക്ട് ചെയ്തിരിക്കുന്നത്. 2025 ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. IPO മുഖാന്തരം ഏകദേശം 2.5 ലക്ഷം കോടി രൂപയോളം അടുത്ത വർഷം, അതായത് 2025 കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല പ്രമുഖ കമ്പനികളും അവരെ കമ്പനിയുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ടാറ്റ ക്യാപിറ്റൽ, LG ഇലക്ട്രോണിക്സ്, ഫേമസും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ 2025 ആദ്യ മാസം തന്നെ അവർ IPOയുമായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പ്രൈമറി മാർക്കറ്റിൽ ഏറ്റവും വലിയ IPO ആയ, അതായത് ഹുണ്ടായി മോട്ടോഴ്സ് 27,870 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 2022 LIC കളക്ട് ചെയ്തത് 21,000 കോടി രൂപയാണ്. വമ്പൻ IPOs ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല കമ്പനികളും ലിസ്റ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്പനികളുടെ IPOയിൽ, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ നമ്മൾ നിക്ഷേപം നടത്തിയാൽ നമ്മൾക്കുണ്ടാകാവുന്ന ലാഭത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പണം ഇരട്ടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ സേഫായിട്ടുള്ള രീതിയിൽ പണം ഇരട്ടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പല IPOകളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിക്ഷേപം നടത്തിയ പണം 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇരട്ടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു IPO ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, മമത മിഷനറി. ഏകദേശം 170% ലാഭത്തോട് കൂടിയിട്ടാണ് മമത മിഷനറി എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതേപോലെ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത പല കമ്പനികളുടെ ഷെയറുകളും 30 മുതൽ 150% വരെയും പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വിട്ടുനിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയില്ല. ഒരു ദിവസം കൊണ്ട് 50%ഓ 100%ഓ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺസ് ലഭിക്കുക എന്ന് പറഞ്ഞാലും അത് ലീഗലായിട്ടുള്ള വഴിയിലൂടെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്നാൽ IPOയിൽ നിക്ഷേപം നടത്തുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ IPOകൾക്കും, എല്ലാ കമ്പനികളുടെ IPOകൾക്കും നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാറില്ല. ഇത് ബേസിക്കലി ഒരു ലക്കാണ്. നിങ്ങൾ പലപ്പോഴും 10 കമ്പനികളുടെ IPOയ്ക്ക് അപ്ലൈ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് 1-2 കമ്പനികളുടെ ഷെയറുകൾ അലോട്ട് ചെയ്ത് ലഭിക്കുക. ഇത് നമ്മുടെ ഇന്ത്യയിൽ IPOകളുമായിട്ട് വരുന്നത് എല്ലാം പ്രമുഖ കമ്പനികളാണ്. ഒരുപാട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും കഴിഞ്ഞ കുറേ വർഷമായിട്ട് നല്ല പെർഫോമൻസ് നൽകിയ ഒരുപാട് കമ്പനികൾ IPOകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതേപോലെയുള്ള കമ്പനികളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുക. കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ IPOകൾക്കും മറ്റും അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് മുൻകൂറായിട്ട് പണം നൽകി IPOയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഈ പണം 1 മാസമോ 1.5 മാസമോ ബ്ലോക്ക് ചെയ്ത് അതിനുശേഷമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. ആ പറയുന്ന സമയത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പണം ബ്ലോക്ക് ആകുകയും നമുക്കത് മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെയും വരും. ഇന്ന് ആ സിറ്റുവേഷൻ എല്ലാം മാറിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് IPOകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അത് ASBA എന്ന് പറയുന്ന സിസ്റ്റം അനുസരിച്ച്, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം അനുസരിച്ച് നമ്മൾ IPOയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾക്ക് IPOയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മാത്രമാണ് ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അതേപോലെ നമുക്ക് ആ പർട്ടിക്കുലർ IPOയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ 2-3 ദിവസത്തിനകം ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. IPOകളിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അവർക്ക് ഒരു സമയം 4-5 IPOകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ 2-3 IPOകൾക്ക് നിങ്ങൾക്ക് ഒരേ സമയം സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ നിയമം അല്ലെ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ട് ഈ IPO ഡേറ്റ് ക്ലോസ് ചെയ്തതിന് 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പണം അൺബ്ലോക്ക് ചെയ്യുകയും ഈ എമൗണ്ട് അൺബ്ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സെയിം പണം നിങ്ങൾക്ക് മറ്റൊരു IPOയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഒരു സമയത്ത് 3-4-5 IPOകൾക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 3 ലക്ഷമോ 5 ലക്ഷമോ എത്രയാണെന്ന് വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്ത് നല്ല നല്ല IPOകളിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാനും, നമ്മൾ 5-10 IPOകൾക്ക് അപ്ലൈ ചെയ്താലാണ് 2-3 കമ്പനികളുടെ അലോട്ട്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത്. പ്യുവർലി ഒരു ലക്കാണ്. അതേപോലെ നിങ്ങൾക്ക് IPOയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന്, നിങ്ങളുടെ വൈഫിൻ്റെയോ കുട്ടികളുടെ ഒക്കെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല കമ്പനികളുടെ IPOകളാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പാൻ നമ്പർ. കാരണം നിങ്ങളുടെ ഒരു പാൻ നമ്പർ ലിങ്ക് ചെയ്തിട്ട് പല ബ്രോക്കറേജ് ഫേമുകളിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു പാൻ നമ്പറിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പാൻ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതേപോലെയുള്ള IPO ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചേക്കാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോള് അനലൈസ് ചെയ്ത് റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങൾ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഞാൻ സാധാരണയായിട്ട് റെഗുലറായിട്ട് ഇതേപോലുള്ള IPOകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 2 വർഷ കാലത്തിനുള്ളിൽ നടത്തിയ IPOയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ആ IPOകളിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസുമാണ്. ഇതിൽ പല കമ്പനികളിലുള്ള നിക്ഷേപം ഒരു ദിവസം കൊണ്ട് തന്നെ 100% കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. പക്ഷേ പല IPOകളും ഇപ്പോഴും നഷ്ടം തരുന്ന IPOകളുമുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷം 2 വർഷ കാലത്ത് നടത്തിയിരിക്കുന്ന IPOകളിൽ നിന്ന് എത്രയൊക്കെ റിട്ടേൺസ് ആണ് എനിക്ക് ലഭിച്ചതെന്ന് ഒരു പ്രസൻറ്റേഷൻ മുഖാന്തരം ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ വിശദീകരിക്കുന്നത് റീസെൻ്റായിട്ട് ഞാൻ നടത്തിയ ചില IPOകളും അപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത റിട്ടേൺസുമാണ്. ഈ ലിസ്റ്റിൽ കുറേ IPOs ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത പല IPOസിലും എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അതൊരു നല്ല ലാഭത്തിന് ഞാൻ പല സമയങ്ങളിലും വിറ്റിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ പല സമയങ്ങളിലും ഒരു 10 കമ്പനിയുടെ IPOകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താലാണ് 1-2 കമ്പനികളിൽ നിന്ന് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. ഇത് പ്യുവർലി ലക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ലിസ്റ്റിൽ ആദ്യത്തത് അവന്യൂ സൂപ്പർ മാർക്കറ്റാണ്. ഇത് 2017 നടത്തിയ ഒരു IPO ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം 1057% റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 7 വർഷമായി. അതേപോലെ തന്നെ CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി, അതിൽ നിന്ന് ഏകദേശം 800% കൂടുതൽ റിട്ടേൺസ് 7 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല IPOകളിലും കൂടുതൽ ഗെയിൻ വന്നിട്ടുണ്ട്.
എന്നാൽ നഷ്ടം തന്ന IPOകളുമുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് IPO പ്രൈസിൽ നിന്ന് ഏകദേശം 36% ഡിസ്കൗണ്ടിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഏകദേശം 25% നഷ്ടമാണ്. LIC 2022 വന്ന IPO ആയിരുന്നെങ്കിലും അത് ആദ്യത്തെ 1 വർഷം 1.5 വർഷം ഒരുപാട് നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്തത്. എങ്കിലും ഇപ്പോൾ ഏകദേശം ആ ഇഷ്യൂ പ്രൈസിന് അടുത്തുള്ള ഒരു പ്രൈസിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NTPC എനർജി ഏകദേശം 23% അതിൽ നിന്ന് ഗെയിൻ ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പണം ഇരട്ടിപ്പിച്ച ഒരു IPO എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന മൊബിക്വിക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയുടെ IPO ആണ്. ഈ IPO ലിസ്റ്റ് ചെയ്തത് തന്നെ ഏകദേശം 80% കൂടുതൽ ഗെയിനോട് കൂടിയിട്ടാണ്. ഈ IPO ലിസ്റ്റ് ചെയ്തിട്ട് വെറും 9 ദിവസമായിട്ടുള്ളൂ. ഈ 9 ദിവസം കൊണ്ട് ഏകദേശം 143% ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഗെയിൻസ്. അപ്പം ശരിക്കും പണം ഇരട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഓവർനൈറ്റിൽ പണം ഇരട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഇരട്ടിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കമ്പനികളുടെ IPOയിൽ അപ്ലൈ ചെയ്ത് അതൊരു ബമ്പർ അടിക്കുന്നത് പോലെയാണ്, ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ പണം ഇരട്ടിയായി. അതുകൂടാതെ ഈ 9 ദിവസം കാലം കൊണ്ട് ഏകദേശം 150% റിട്ടേൺ ആണ് ഈ പർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സാജിലിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട്. അതിൽ ഏകദേശം 63% ഗെയിൻ വന്നിട്ടുണ്ട്. 44 ദിവസമായുള്ളൂ ആ IPO വന്നിട്ട്. IRDEA ഈ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. ഈ 1 വർഷം കൊണ്ട് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ വന്നിരിക്കുന്ന അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 528%. വെറും 32 രൂപയായിരുന്നു ഈ കമ്പനിയുടെ IPO പ്രൈസ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 200 രൂപയിൽ കൂടുതലാണ്. സായി ലൈഫ് സയൻസ് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്തൊരു IPO ആണ്. ഇതിൽ നിന്ന് ഏകദേശം 40% റിട്ടേൺ ഒരാഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ട്. SBI ലൈഫ് ഇത് 2017 വന്ന ഒരു IPO ആണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനി സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി, ഫുഡ് ഡെലിവറി കമ്പനി, അതിൻ്റെ IPO കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായിട്ടുള്ളൂ. ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം 46%. വിശാൽ മെഗാ മാർട്ട് ഇതും കഴിഞ്ഞ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇതിൽ നിന്നും ഏകദേശം 34% ഗെയിൻ ലഭിച്ചിട്ടുണ്ട്. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ഇത് സെപ്റ്റംബർ 16 വന്ന IPO ആണ്. പക്ഷേ ഇതൊരു ഡിസാസ്റ്റർ ആയിപ്പോയി. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനി ആയ ബജാജ് ഫൈനാൻസിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്. പ്രോട്ടീൻ ഇ ഗവേണൻസ് ടെക്നോളജി ഏകദേശം 1 വർഷം മുന്നേ വന്ന IPO ആണ്. അപ്പോൾ അതിൻ്റെ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഏകദേശം 150% കൂടുതൽ റിട്ടേൺസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ചില കമ്പനികളുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഗെയിൻ കൊടുത്ത് എത്രയോ IPOകൾ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് വന്നു കഴിഞ്ഞു. ഇനി 2025 ഇതിലും വമ്പന്മാരായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒട്ടനവധി കമ്പനികൾ അവർ IPOയുമായിട്ട് വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ മറ്റും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾക്ക് കുറഞ്ഞ കാലം കൊണ്ട് എത്രയൊക്കെ റിട്ടേൺസാണ് ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നേടിത്തരുന്നത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇൻവെസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, ഇതേപോലെയുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ IPOയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ഗെയിന് വേണ്ടിയിട്ട് ലിസ്റ്റിംഗ് ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് പണമാക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാം. ഒരു ഇൻവെസ്റ്റർ ആയിരിക്കുകയാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈമിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു ഗെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയലൈസ് ചെയ്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ തന്നെ മറ്റേതെങ്കിലും നല്ല കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യുകയോ ചെയ്യാം. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഇതേപോലെ ഒരു ലിസ്റ്റിംഗ് ഗെയിനോ അല്ലെങ്കിൽ അപ്രീസിയേഷനോ ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ IPOയിൽ നിക്ഷേപം നടത്തുമ്പോൾ വളരെ സെലക്റ്റീവായിരിക്കണം. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ, നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ള കമ്പനികൾ, നമ്മൾക്ക് അറിയാവുന്ന കമ്പനികളിൽ മാത്രം നിക്ഷേപം നടത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാത്ത പല സാഹചര്യങ്ങളിലും നമുക്ക് നഷ്ടം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനായിട്ടുള്ള ക്ലാസിക് എക്സാമ്പിളാണ് ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഒരു ബാങ്കാണ്. ആ ബാങ്കിൻ്റെ IPOയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന
ആളുകൾക്ക് ഏകദേശം 36% അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡറി സ്ഥാപനമായ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ഏകദേശം IPO ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്ന് 24% കൂടുതൽ അതിൽ ലോസ് കാണിക്കുന്നുണ്ട്. മറ്റൊരു ക്ലാസിക്കലായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് LIC ആണ്. LICയുടെ ഷെയർസ് 2022 ലിസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ IPO പ്രൈസിന് സമാനമായിട്ടുള്ള ഒരു പ്രൈസിൽ, IPO പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോഴും ആ ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉള്ള റിസർച്ചൊക്കെ നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മുടെ ലീഗലായിട്ടുള്ള രീതിയിൽ ഇരട്ടിക്കുന്നതെന്നുള്ള കാര്യം. നിങ്ങളും ഇതേപോലെ ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല കമ്പനികളുടെ IPOകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപം നടത്തുക. നല്ല അതേപോലെയുള്ള നിക്ഷേപങ്ങൾ ഒന്നെങ്കിൽ ലിസ്റ്റിംഗ് ഡേയിൽ നിങ്ങൾക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാം, അല്ല എങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അതിൽ നിന്ന് നല്ലൊരു ഗെയിൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2025 ഒട്ടനവധി നല്ല കമ്പനികളുടെ IPO വരാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെപ്പോഴും IPOയിൽ നിക്ഷേപം നടത്തുമ്പോൾ എല്ലാ കമ്പനികളിലും നിക്ഷേപം നടത്താതെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, അതോടൊപ്പം നല്ലൊരു പെർഫോമൻസ് ഹിസ്റ്ററി ഉള്ള കമ്പനികളിൽ മാത്രം നിക്ഷേപം നടത്തുക. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.